അപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ കണ്ടു. അപ്പം എന്താണ് ഈ കാപ്പിക്കട എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തപ്പി നോക്കിയപ്പോൾ കിട്ടിയ ഒരു കാര്യമാണ്. അതായത് ബൈ മീ എ കോഫി എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. അത് ജിജോ സണ്ണി എന്ന് പറയുന്ന ഒരാള്, കരുവാരക്കുണ്ടുള്ള ഒരാള്, അദ്ദേഹത്തിന്റെ ഒരു ആശയം, അദ്ദേഹത്തിന്റെ സഹോദരനോട് ചേർന്ന് തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പാണ് അത്. ഇന്ത്യയിൽ എന്താ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ രണ്ട് മലയാളികൾ ചേർന്ന് ചെയ്ത ഒരു കാര്യമാണെന്ന് ഓർക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. മാത്രമല്ല 20 രാജ്യങ്ങളിൽ ഈ ഒരു സംവിധാനം പോകുന്നുണ്ട്. ഈ ഒരു ആപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, യൂട്യൂബേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ, അങ്ങനെയുള്ള കുറച്ച് ആളുകൾക്ക്, കുറച്ച് പേർക്ക് അവരുടെ വ്യൂവർഷിപ്പ്, അതായത് അവരെ തന്നെ അവിടെ നമുക്ക് പരിചയപ്പെടുത്താം. ആ ഒരു ബൈ മീ എ കോഫി എന്ന് പറയുന്ന ആപ്പിൽ നമ്മളെ പരിചയപ്പെടുത്താം. അപ്പം നമ്മൾ ചെയ്യുന്ന കണ്ടന്റ്സിന് വ്യൂവർഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പൈസ കിട്ടുന്ന ഒരു പരിപാടിയാണിത്. അപ്പൊ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ബൈ മീ എ കോഫി. എല്ലാവരും ഒന്ന് തപ്പി നോക്കുക, അപ്പൊ നിങ്ങൾക്ക് കിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ. കാരണം എനിക്കും ഇതിനെപ്പറ്റി ഒരു കൗതുകം തോന്നിപ്പോയി. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, മുഖ്യമന്ത്രി പറയുന്നത് എന്നാന്നും കൂടെ നമുക്ക് നോക്കാം. പിന്നെ ജിജോ പറയുന്നതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു മനോഹരമായ ഒരു പേര് വന്നിട്ട്, ബൈ മീ എ കോഫി. ചില വാർത്തകൾ വന്നത് ഞാൻ കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയത്. എന്ത് ചെയ്യാൻ പറ്റും? നിരവധി ആശയങ്ങളുമായിട്ടാണ് ചെറുപ്പക്കാർ വരുന്നത്. ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് പുതിയ ചെറുപ്പക്കാരെ നോക്കുന്നത്. എന്തെല്ലാം ആശയങ്ങളാണ് ചെറുപ്പക്കാർക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയി. കരുവാരക്കുണ്ടിലുള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ച 2 സഹോദരങ്ങളാണ്. അതിലൊരാൾ 13 വയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും യങ്ങസ്റ്റ് വ്ളോഗറായിരുന്നു. അവരത് ഡെവലപ്പ് ചെയ്തെടുത്തത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ക്ലയൻസ് നമ്മളെല്ലാം ഇടുന്ന പോസ്റ്റ് എല്ലാം അത് കുറേ വ്യൂവർഷിപ്പ് കിട്ടി കഴിയുമ്പോൾ അതിന് പൈസ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അത് ക്ലെയിം ചെയ്യാനുള്ള ഒരു ആപ്പ് അവർ ഡെവലപ്പ് ചെയ്തെടുത്ത് 400 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. ക്രിയേറ്റീവ് ആയിട്ട് ആർട്ടിസ്റ്റുകൾക്കും ക്രിയേറ്റേഴ്സിനും യൂട്യൂബേഴ്സിനും വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല, അവർക്ക് കമന്റ് ഇടാം, അവരുടെ പേര് ഫീച്ചേർഡ് ആവും, അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, അവർക്ക് ചിലപ്പോൾ കാര്യങ്ങൾ വാങ്ങിക്കാം, മന്ത്ലി ജോയിൻ ചെയ്യാം, കൂടുതൽ വാങ്ങിക്കാം. ക്രിയേറ്റീവ്. അപ്പൊ ഏകദേശം ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ബൈ മീ എ കോഫി എന്ന് പറയുമ്പോൾ നമ്മളൊരു കാപ്പി വാങ്ങിച്ചു തരുമോ, എനിക്കൊരു കാപ്പി മേടിച്ചു തരുമോ എന്നുള്ളതല്ല. ആ പേര് വളരെ ക്യാച്ചിയാണ്. അതായത് ഒരു കാപ്പി കുടിക്കുന്ന ഫണ്ട്, അത് നമ്മളല്ല, കുറച്ച് പേര് കാപ്പി കുടിക്കുന്ന പൈസ ഇടുന്നു. ആ പൈസ കുറച്ച് ക്രിയേറ്റീവ്സിന്, യൂട്യൂബേഴ്സ്, ഒരു ഉദാഹരണത്തിന് യൂട്യൂബേഴ്സ് ഒക്കെയാണ്, നല്ല വ്യൂവർഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ ബൈ മീ എ കോഫിയിൽ നമ്മൾ ആഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ പൈസ നമുക്ക് കിട്ടും. നമ്മുടെ ഒരു വളർച്ച അനുസരിച്ചാണ്, നമ്മുടെ എത്രമാത്രം വ്യൂവർഷിപ്പ് കാര്യങ്ങളുണ്ട് എന്നുള്ളത് അനുസരിച്ചാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാം. അപ്പൊ എന്താണെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് കിട്ടുന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് 2 പേര് തുടങ്ങിയ പരിപാടി അങ്ങ് 10-20 രാജ്യങ്ങളിൽ പോയി ക്ലിക്ക് ആകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമുക്കറിയാം, നേരത്തെ തന്നെ നമുക്ക് ബൈജൂസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം അത് വലിയൊരു തകർച്ചയിലൊക്കെ പെട്ടുപോയി. പക്ഷേ ആ ഒരു സംവിധാനം വളർന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അതിന്റെ ഒരു പീക്ക് ടൈമിൽ അതിനെക്കുറിച്ച് പറയാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. അതും ഒരു മലയാളി ഇല്ലേ, അതും ഒരു മലയാളി തന്നെ ചെയ്തൊരു പരിപാടിയായിരുന്നു. അത് ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്ത്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സിയിൽ വരെ അതിന്റെ സ്പോൺസർഷിപ്പ്, ISL കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോൺസർഷിപ്പ്, അങ്ങനെ നമുക്ക് ബൈജൂസ് എല്ലാമായിട്ടും കാണാമായിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ ബൈജൂസ് എന്ന് പറയുന്ന സ്ഥാപനം തകർന്നുപോയി. കാരണം അതിന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ആളുകളുമായിട്ട് ഇതേ ബിസിനസ്, അവരുടെ ആ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ അങ്ങനെ ചെയ്യുന്ന വേറെയുള്ള ആളുകളുടെ അത് മൊത്തം കൈക്കലാക്കാൻ, അതായത് ബൈജൂസ് അവരുമായിട്ട് ലയിക്കാൻ, അല്ലെങ്കിൽ അവർ ബൈജൂസുമായിട്ട് ലയിച്ച് ഒരു കമ്പനിയാകാൻ നോക്കിയ സമയത്താണ് അത് തകർന്നു പോയത്. മര്യാദയ്ക്ക് പൊക്കോണ്ടിരുന്ന വണ്ടി വേറെ റൂട്ട് പിടിച്ച് പോകാൻ നോക്കിയപ്പോൾ തകർന്നു പോയതാണ്. അപ്പം അതവിടെ നിൽക്കട്ടെ. പക്ഷെ അതൊരു പീക്കായിരുന്നു, സംഭവമായിരുന്നു.
എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഇവിടെ ഇവര് സ്റ്റാർട്ടപ്പ് പരിപാടി തുടങ്ങിയിട്ട് വമ്പം പരിപാടിയായിട്ട് വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് വരുന്നുണ്ട്. കാരണം ഏകദേശം കേരളത്തിലെ ആളുകൾ ഇതിനെപ്പറ്റി അറിഞ്ഞു വരുന്നേ ഉള്ളൂ. കാര്യം പറഞ്ഞാല് നമ്മുടെ ഈ ഉരുൾപൊട്ടലിന് സമയവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടും പിന്നെ മുഖ്യമന്ത്രിയുടെ ആ ഒരു സന്ദർശനം ഒരല്പം വിവാദമായതുകൊണ്ടും അതിനെപ്പറ്റി ചിന്തിച്ചില്ല. പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം ഇതിന്റെ ഇടയിൽ കൂടെ പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ, അദ്ദേഹം അത്യാവശ്യം എന്താ പറയുക, ചിന്തിച്ചും കണ്ടും കാര്യങ്ങളൊക്കെ പറയും, അല്ലെങ്കിൽ ഒരു ന്യൂസ് ഒക്കെ ചെയ്യുമ്പം അത്രയും കൂടെ സ്റ്റഡി ചെയ്തിട്ട് ചെയ്യുമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ പെട്ടെന്ന് മുഖ്യമന്ത്രി പോയി ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയെന്നൊക്കെ പറയുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ തോട്ട് പ്രോസസ്സും അങ്ങനെ, ഇയാള് ഈ സമയത്ത് കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ ശരിയാണ്, പോയ സമയത്തെക്കുറിച്ചുള്ളൊരു വിവാദമുണ്ട്. പക്ഷെ എന്നിരുന്നാലും എന്തായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ബൈ മീ എ കോഫി എന്ന് പറയുന്ന ഒരു സംഭവം. 2 ചെറുപ്പക്കാർ കൂടി ചേർന്ന് റെഡിയാക്കിയതാണ്. അപ്പം ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഒരുപാട് സ്റ്റാർട്ടപ്സും നല്ല ഐഡിയാസും ആയിട്ട് നമ്മൾ മലയാളികൾ ഉണ്ടാവും. മലയാളികൾക്ക് എനിക്ക് തോന്നുന്നത് ഇനിയും ഒരുപാട് അവസരങ്ങൾ ഉണ്ട്. കാരണം ഇനിയിപ്പോൾ വളർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ, ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഇന്റർനെറ്റ് യുഗം ഒരുപാട് വൈഡായിട്ട് വളർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രക്ഷപ്പെടാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. മാത്രമല്ല ഈ ഒരു സംഭവം ബൈ മീ കോഫി എന്ന് പറയുന്ന അതിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം വളർന്നു വരുന്ന ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ ആണെങ്കിലും അവിടെ പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളൊരു ആപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും നമ്മുടെ നമ്മുടെ ഒരു മെയിൽ ID പാസ്വേഡ് വെച്ച് ക്രിയേറ്റ് ചെയ്ത് അതിൽ നമ്മളൊരു ഇതാവുകയാണല്ലോ എന്ന് പറയുന്നത് പോലെ, അവിടെയും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂട്യൂബിലെ കണ്ടന്റ്സ് ഒക്കെ അവിടെ നമുക്ക് ക്ലെയിം ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് നമുക്ക് അവിടെ കാണിക്കാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഈ പറയുന്നത് പോലെ എന്താണ്, അതിൻ്റെ വ്യൂവർഷിപ്പ് അനുസരിച്ച് നമുക്ക് ഒരു ചെറിയൊരു തുക നമുക്ക് കിട്ടും. വരുമാനം ഉണ്ടാക്കാനുള്ള ചെറിയ ചെറിയ വഴികൾ അല്ലേ, അത് വലിയ വഴികളാണ്. ഒരുപാട് പേർക്ക് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരുപാട് പേരുള്ളത് കൊണ്ട് ഇതൊരു സാധ്യതയാണ്, വളരെ അധികം സാധ്യത. അതായത് ഇതൊരു വിജയിച്ച ഫോർമുല ആയതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ആണെങ്കിലും ഈ ഒരു ചടങ്ങിന് പോയത്, എൻ്റെ ഉദ്ഘാടനത്തിന് പോയതും. പ്ലസ് അദ്ദേഹം അതിനെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുമുണ്ട്. കാരണം ഇതുകൊണ്ട് തന്നെ ഒരുപാട് യുവാക്കൾക്ക് ഒത്തിരി അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. യുവാക്കൾക്ക് മാത്രമല്ല, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ആർട്ടിസ്റ്റുകൾ, അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഈ ബൈ മീ എ കോഫി എന്ന് പറയുന്ന ആപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയാൽ ഒരുപാട് പേർക്ക് ഗുണകരമാകും. ഞാൻ ഇതിൽ നിന്ന് യാതൊരുവിധ അവരെ എനിക്ക് പരിചയമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ ആ ഒരു ഇതിനെക്കുറിച്ച് വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് പരതിയപ്പോൾ എനിക്ക് ഇത്രയൊക്കെ കിട്ടി. ഇത്രയും എനിക്ക് കിട്ടിയ വളരെ ചെറിയൊരു കാര്യം, ബൈ മീ എ കോഫി എന്ന് പറയുന്ന സംവിധാനത്തിൽ നമ്മൾ കുറച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സും അങ്ങനെയുള്ള ആളുകൾക്കും അതിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ കണ്ടന്റ്സിൻ്റെ വ്യൂവർഷിപ്പ് അനുസരിച്ച് നമുക്കൊരു ചെറിയൊരു തുക കിട്ടും. മനസ്സിലായോ? അതാണ് എനിക്ക് മനസ്സിലായ കാര്യം. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. ഇത്രയും എനിക്ക് കിട്ടിയ ഒരു ചെറിയ പരിമിതമായ അറിവാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇട്ടത്, പ്ലേസ് ചെയ്തത്, അത്രയേ ഉള്ളൂ. ബൈ.